പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? എല്ലാവരും സുഖമായിട്ട് സന്തോഷമൊക്കെ ആയിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മളോട് അടിപൊളിയായിട്ട് ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വീണ്ടും ഒരു അധ്യയന വർഷം കൂടി ഇതേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മക്കൾക്ക് സ്കൂൾ റീ ഓപ്പണിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ മക്കൾ എണീറ്റിട്ടൊന്നുമില്ല. അപ്പോൾ കുറേ നാളുകളായി അവരിങ്ങനെ ലേറ്റായിട്ടാണ് ഉണരുന്നത്, ലേറ്റായിട്ടാണ് കിടക്കുന്നതും. അപ്പോൾ അതിൽ നിന്ന് ഇനിയിപ്പോൾ വീണ്ടും ഒരു രാവിലെ എണീക്കണം എന്നുള്ളതിലേക്ക് മാറാനായിട്ട് പോവാണ് കേട്ടോ. ഒരു ഷിഫ്റ്റ് വരാനായിട്ട് പോവാണ്. അപ്പോൾ അത് കാരണം എന്താകുമെന്ന് അറിഞ്ഞൂടെ. നമുക്ക് പിന്നെ അത്രയും കുഴപ്പമില്ല. ഞാൻ എന്നാലും ഇപ്പോൾ കുറച്ച് നാളുകളായിട്ട് അങ്ങനെ രാവിലെ അങ്ങ് എണീക്കലൊന്നുമില്ല കേട്ടോ. നാട്ടിൽ പോയി വന്നതിന് ശേഷം പിന്നെ ഞാൻ ഈ അതിരാവിലെ എണീക്കുന്ന പരിപാടിയൊന്നും ഇല്ല. ഒക്കെ ലേറ്റായിട്ടാണ് എണീക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. കണ്ണൊക്കെ ഇങ്ങനെ ചൈനക്കാർ എന്താ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായല്ലോ. കറണ്ട് പോയതാണ് ഫസ്റ്റ്. രാവിലെ തന്നെ കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എനിക്കും രാവിലെ അങ്ങ് കുറച്ച് നാളുകളായിട്ട് എണീക്കാണ്ടേ ഒരു മന്നപ്പ് പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഒരു ചൈനക്കാരെ കണ്ണൊക്കെ കണ്ടോ, അതുപോലെ ഇരിക്കുന്നത് കേട്ടോ. കണ്ണൊക്കെ കുഞ്ഞിതായിട്ട്. എനിക്ക് രാത്രി ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിഞ്ഞുകൂടാ. രാവിലെ നേരത്തെ എണീക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് തോന്നുന്നത്. രാത്രി എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ വീണ്ടും സ്കൂൾ സ്റ്റാർട്ട് ചെയ്യല്ലേ, വീണ്ടും ഞാൻ നേരത്തെ എണീക്കണം, ചടപടാന്ന് കാര്യങ്ങൾ ചെയ്യണം, തിക്കും തിരക്കും ബഹളവും ഹോംവർക്കുകളും ആക്ടിവിറ്റികളും ഒക്കെ അല്ലേ എന്നൊക്കെ ആലോചിച്ചിട്ടാണ് ഞാൻ കിടന്നത്. എനിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല കേട്ടോ. പക്ഷെ തനുക്കുട്ടിയും പിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഞാനും ആ എക്സൈറ്റ്മെൻറ്റിന് കുറവൊന്നുമില്ല. ഇനിയിപ്പോൾ പഠിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചും കൂടി ബിസി ആയിരിക്കും നമ്മൾ. ഇതുവരെ രാവിലെ തൊട്ട് രാത്രി വരെ കളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇടയ്ക്ക് കുറച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് പൊടി തട്ടി ഞങ്ങളൊന്ന് ഓർമ്മിപ്പിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും കൂടുതലും കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുട്ടികളെല്ലാം അങ്ങനെയൊക്കെ വേണമല്ലോ. ഇനിയിപ്പോൾ അവർ ഒട്ടും കളിക്കാനോ ഇതിനൊന്നും സമയം ഉണ്ടായിരിക്കില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് രാത്രി ഇങ്ങനെ കുറേ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഉറങ്ങിയത്. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഇനി വീണ്ടും നമ്മൾ ബാക്ക് ടു ആ ഒരു റുട്ടീനിലേക്ക് വരാനായിട്ട് ഈ ഒരാഴ്ച സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വേഗം തന്നെ നമ്മുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർക്ക് ലേറ്റ് ആയി പോകും. ഇന്നിപ്പോൾ എന്തായാലും ലഞ്ചൊന്നും കൊണ്ടുപോകേണ്ട, ഹാഫ് ഡേ ആണ് കേട്ടോ. ഇവർക്കാണ് ഏറ്റവും ലേറ്റായിട്ട് ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ബാക്കി എല്ലാവർക്കും ഓൾമോസ്റ്റ് ഓപ്പൺ ആയെന്ന് തോന്നുന്നു. പിന്നെ ഇവർ ചെറിയ ക്ലാസ് ആണല്ലോ. 5ാം ക്ലാസ് തൊട്ട് മേലെയുള്ളവർക്കാണെന്ന് തോന്നുന്നു വേഗം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. എനിക്ക് അറിഞ്ഞൂടെ, ഓരോ സ്കൂളിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഇവർക്ക് ഇപ്പോൾ ഈ ജൂൺ ഫസ്റ്റ് വീക്കിലെ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. മെയ് ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ മെയ് 20-25 ആ ഡേറ്റിലൊന്നും ഇവർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുന്ന വർത്താനം പറഞ്ഞു ഒത്തിരി ലേറ്റായി പോവും. അപ്പോൾ എന്തായി ഇഡലി മാവൊക്കെ കുറേ നാളുകളായിട്ടാണ് ഇഡലി മാവൊക്കെ ഇങ്ങനെ പൊന്തി എന്നുള്ള ആകാംക്ഷയിൽ വന്ന് നോക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം അങ്ങനെ വലിയ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് ഇഡലി മാവൊക്കെ പൊന്തിയോ എന്താ കഥ എന്ന് നോക്കാം. ഞാനിവിടെ റൈസ് കുക്കറിനകത്താണ് ഇഡലിയുടെ മാവ് അരച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു പാത്രത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് റൈസ് അങ്ങനെ നേരത്തെ വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ മാത്രമല്ല കുറച്ച് ചോറൊക്കെ ഇരിപ്പുണ്ട്. തുറന്നു നോക്കട്ടെ. ഹൂതാ പൊന്തി നല്ല ഫ്ലഫി ആയിട്ട് ഇരിപ്പുണ്ട്. ഇതിങ്ങനെ ഇരുന്നാൽ തന്നെ ഒരു സമാധാനമാണ്. ഇതൊന്ന് കാണുമ്പോൾ എനിക്കൊരു സമാധാനമാണ്. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറുണ്ടോ? ഇഡലി മാവ് പൊന്തിയല്ലോ എന്നുള്ള ഒരു ആശ്വാസം. ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ രാവിലെ. അല്ലാന്നുണ്ടെങ്കിൽ ടെൻഷനായി പോവില്ലേ നമ്മൾ കഷ്ടപ്പെട്ട് അരച്ചൊക്കെ വെച്ചിട്ട് പൊന്തി തന്നില്ലെങ്കിൽ അല്ലേ? നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വലിയ മഴയൊന്നുമില്ല. ശരിക്കും നാട്ടിലൊക്കെ ആണെങ്കിൽ ജൂൺ 1 കറക്റ്റ് മഴ പെയ്യും. കറക്റ്റ് ആ സ്കൂൾ റീ ഓപ്പണിങ്ങിൻ്റെ കാലത്ത് നല്ല മഴയായിരിക്കും അല്ലേ? ഇവിടെ ഇപ്പോൾ അങ്ങനെയൊന്നും കാണുന്നില്ല കേട്ടോ. തെളിഞ്ഞ അന്തരീക്ഷമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്ക് വേഗം ഇഡലി ഉണ്ടാക്കാം. അന്ന് നമ്മൾ എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇത്.
ഇതിനൊക്കെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ എക്സിബിഷനിൽ 10 രൂപയ്ക്കൊക്കെ കിട്ടും. അത് നല്ല അങ്ങനത്തെ നല്ല നല്ല സാധനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് എക്സിബിഷന് പോകുന്നത് തന്നെ. ഒത്തിരി വെറൈറ്റി സാധനങ്ങളുണ്ടായിരിക്കും കിച്ചണിൽ ഉപയോഗിക്കാനായിട്ട്. വലിയ വിലയൊന്നും കാണില്ല കേട്ടോ ഇങ്ങനെയുള്ള സാധനങ്ങൾക്ക്. അല്ലാത്തതിനൊക്കെ നല്ല വില ഉണ്ടായിരുന്നു ഇപ്രാവശ്യം എക്സിബിഷൻ. ഇതിപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. എന്നാലും പറയാം, കാണാനായിട്ട് രസമല്ലേ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഒത്തിരി ഇഡലി ഒന്നും വേണ്ട, ആകെ 2 തട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. ഇതിനകത്ത് ഉപ്പൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ട്. വേറെ ഉപ്പൊന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് അതിനിടയ്ക്ക് വേറൊരു സംഭവം ഉണ്ടായി കേട്ടോ. നമ്മുടെ ഇഡലി പാത്രമല്ലേ, അതങ്ങ് കരിഞ്ഞു. എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ ഈ ഇഡലി പാത്രത്തിൽ എന്തോ ഒരു സാധനം, എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല, ഇഡലി തന്നെയാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഇഡലിയോ അടയോ അങ്ങനെ എന്താണ് ഒരു സാധനം, ഇഡലി തന്നെയാണ്. ഇഡലി തന്നെ. ഞാൻ രാവിലെ ഇഡലി അങ്ങ് ഒരു തട്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് വീണ്ടും ഉണ്ടാക്കാനായിട്ട് തോന്നിയിട്ട് ഞാൻ വീണ്ടും ആക്കി വെച്ചിട്ട് 10 മിനിറ്റ് ഉണ്ടല്ലോ എന്നും വിചാരിച്ച് ഞാൻ വെറുതെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. പുറത്തേക്ക് ഇറങ്ങി കുറേ നേരം ആൻറ്റിയോട് സംസാരിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഗാർഡനിൽ മേലെ പോയി. നിങ്ങൾക്കറിയാലോ, അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് യാതൊരുവിധ ബോധം ഉണ്ടായിരിക്കില്ല. ഞാൻ അവിടുത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് ഇങ്ങനെ സമയം കളയുള്ളൂ. അങ്ങനെ അവിടെ എന്തോ ചെയ്ത് നിന്നത് കണ്ടോ, ഇതിൻ്റെ പിടുത്തം വരെ പോയി. ഇതിൻ്റെ പിടുത്തം ഇതിൽ നിന്ന് വിട്ടുപോയി. ഇതങ്ങ് ചൂടായി, അടിയിൽ വെള്ളമൊക്കെ വറ്റി. എനിക്ക് ഓർമ്മയില്ലായിരുന്നു ഞാൻ 2ാം വട്ടമാണല്ലോ ഇത് വയ്ക്കുന്നത് എന്നുള്ളത് കേട്ടോ. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ 2ാം വട്ടമാണല്ലോ ഇത് വെച്ചിരിക്കുന്നത്, ഇതൊന്നും ഓർമ്മ എനിക്കുണ്ടായിരുന്നില്ല. അടിഭാഗത്തും ഉള്ളിലുമാണ് കൂടുതൽ പ്രശ്നം ഉണ്ടായത് കേട്ടോ. തട്ടുകൾക്കൊന്നും വലിയ പ്രശ്നമില്ല, അങ്ങനെ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. പക്ഷെ ഇതിൻ്റെ അടിഭാഗമൊക്കെ അങ്ങ് ഒരു യെല്ലോയിഷ് കളറായി. ഞാൻ എത്ര നേരം എടുത്തിട്ട് ഒന്ന് തുടയ്ക്കല്ല, കഴുകി കരിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെന്ന് അറിയാമോ. യാതൊരു ഓർമ്മയില്ല. എനിക്ക് ഇങ്ങനെ ഓരോ അബദ്ധങ്ങളങ്ങ് പറ്റും. ഇപ്പം എന്തായി, ഇതിൻ്റെ പിടുത്തം പോയി. ഇത് വെക്കാനൊന്നും പറ്റില്ല. ഇത് കണ്ടോ, ഇതങ്ങ് ഉരുകി പോയിട്ടോ. ഇതിൻ്റെ ഭാഗം ഈ ഭാഗം അങ്ങ് ഉരുകിയിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കുറച്ച് നാളുകളായിട്ട് അങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറ്റാറില്ലായിരുന്നു, പക്ഷെ പറ്റിപ്പോയി. എന്ത് ചെയ്യാനല്ലേ. അപ്പം അത് കാരണം കൊണ്ട് ഇപ്പോൾ അടുപ്പിൽ എന്തെങ്കിലും വെച്ചിട്ട് പിന്നെ പുറത്തോട്ട് പോയി വർത്തമാനത്തിന് നിൽക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഞാൻ നിർത്തി കേട്ടോ. എനിക്ക് സമാധാനം അങ്ങ് പോയി കിട്ടി. എന്നുവെച്ചാൽ പുതിയ ഇഡലി പാത്രമായിരുന്നു. ഒത്തിരി നാളുകളായി കഴിഞ്ഞതിന് ശേഷം, വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഞാൻ പുതിയത് മേടിച്ചതാണ്. അപ്പം എന്തായി, കരിഞ്ഞില്ലേ. വേറെ വാങ്ങിക്കണമെന്ന് വെച്ചത് എന്തൊരു നഷ്ടമാണെന്ന് ആലോചിച്ചിട്ട് 2000-ന് മേലെയൊക്കെയാണ് ഇപ്പോൾ ഇഡലി പാത്രത്തിന് വില വരുന്നത്. അപ്പോൾ അത്രയും വില കൊടുത്ത് വാങ്ങിച്ച സാധനം ഞാൻ നശിപ്പിച്ചല്ലോ എന്നുള്ള കുറ്റബോധം കാരണം എനിക്ക് പുതിയത് വാങ്ങിക്കാനായിട്ട് തോന്നുന്നില്ല. എൻ്റെ ചേർത്തിന് വേണം പുതിയത് വേണമെങ്കിൽ വാങ്ങിച്ചായിരുന്നു. പക്ഷെ എന്തോ ചെറിയൊരു കളർ ചേഞ്ച് മാത്രമേ താഴ്ഭാഗത്ത് വന്നിട്ടുള്ളൂ, വേറെ പ്രശ്നമൊന്നും ഇനിയില്ല. പക്ഷെ ഞാൻ കുറച്ച് നാളങ്ങ് തള്ളി, ഇതും കൊണ്ട് തള്ളിപ്പോട്ടെ എന്ന് വിചാരിച്ചു. എന്തെങ്കിലും ആവട്ടെ അല്ലേ, സാരല്ലേ, നമ്മുടെ വീടല്ലേ. അത് കാരണം കൊണ്ട് ഞാൻ പുതിയതിലേക്കൊന്നും പോയില്ല. കുറച്ച് ഉപയോഗിച്ചതിന് ശേഷം എങ്ങനെ മാറ്റാം എന്ന് വിചാരിക്കുന്നു. ഇഡലി ആവുന്ന സമയം കൊണ്ട് നമുക്കൊരു ചട്നി ആയിരിക്കും. ഇപ്പോൾ കറണ്ട് ഇല്ല, കറണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ചട്നി അരയ്ക്കാനായിട്ട് പറ്റത്തില്ല. തേങ്ങയൊക്കെ ചെരുവിത് ഇരിപ്പുണ്ട്. നമുക്ക് 2 ചെറിയ ഉള്ളിയും കാര്യങ്ങളൊക്കെ അടുപ്പിച്ച് വയ്ക്കാം, പെട്ടെന്ന് അരച്ച് പിള്ളേർക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് മാറ്റാം. എന്നിട്ട് അവരെ വിളിക്കാൻ പോയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അവരും ഇനിയിപ്പോൾ എണീറ്റും പിടിച്ചൊക്കെ വരാനായിട്ട് കുറച്ച് ലേറ്റായി പോയില്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒരു പാത്രത്തിലും കൂടി ആക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. ഈ പൊന്തി നിറഞ്ഞ് പുറത്ത് തൂങ്ങി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വലിയ പാത്രം വെച്ചിട്ട് പോലും പുറത്തോട്ട് അങ്ങ് ചാടി പോലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് കപ്പിൻ്റെ കണക്കാണ് പറയുന്നത് കേട്ടോ. 3 കപ്പ് ഇഡലി റൈസും 1.5 കപ്പ് ഉഴുന്നും 1/2 കപ്പ് സാബുദനയില്ലേ, നമ്മുടെ സാഗോ എന്ന് പറയുന്ന സാധനം, സാബുദന, അതും കൂടി ചേർത്ത് കുറച്ച് ഉലുവയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ മാവ് അരച്ചെടുക്കുന്നത് കേട്ടോ. പുറത്താണ് അരയ്ക്കുന്നത്. മിക്സിക്കകത്ത് ഇത്രയും കൊള്ളാത്ത കാരണം കൊണ്ട് ഞാൻ പുറത്താണ് അരച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ പ്രാവശ്യം ഞാൻ കുറച്ചധികം അരയ്ക്കാൻ കാരണം ഇപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തില്ലേ, എനിക്ക് അതാണ് കുറച്ചുകൂടി എളുപ്പം.
ഇവർക്ക് ഈ ദോശയോടാണ് കൂടുതൽ പ്രിയം. എന്നുണ്ടാക്കിയാലും കഴിച്ചോളും, എന്നാലും ദോശ കൂടുതൽ ഇഷ്ടമാണ് കേട്ടോ, ഇഡലി ദോശ അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പം അതുകൊണ്ട് ഞാൻ ഇച്ചിരി അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ അരച്ചെടുക്കണമെങ്കിൽ മിനിമം 4 കപ്പ്, അതായത് 1 കിലോ റൈസ് ഐ മീൻ മൊത്തത്തിൽ വേണം എന്നുള്ളൊരു നിർബന്ധമുണ്ട് അരയ്ക്കുന്ന സ്ഥലത്ത്. എന്നാലല്ലേ അവർക്ക് അരയ്ക്കാൻ കുറച്ച് ഇതുണ്ടാവുള്ളൂ. അപ്പം അത് കാരണം കൊണ്ടാണ് കേട്ടോ. അപ്പം അത് ഈ പാത്രത്തിലേക്ക് ബാക്കി മാവ് മാറ്റിയിട്ടുണ്ട്. ബാക്കി കുറച്ചുള്ളത് രാത്രി ഞങ്ങൾ ദോശ കഴിക്കും, ഞാനും ചേർത്തേനും. അപ്പം ഇതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇനി എടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിന് ആവശ്യത്തിനനുസരിച്ച് ഇതിൽ നിന്ന് മാറ്റുള്ളൂ കേട്ടോ. ഇതിൽ നിന്ന് ഇങ്ങനെ കറക്കുന്ന പരിപാടി ഇല്ല കേട്ടോ. ഒരു ഫ്രിഡ്ജിലേക്ക് വെക്കട്ടെ. തന്നുകുട്ടി വിളിക്കാണ്ട് എണീറ്റോ? പിക്കു പിക്കു എനിക്ക് അമ്പടു അമ്പടു കുഞ്ഞ് സ്കൂളിൽ പോണ്ടേ? രാവിലെ വിളിച്ചുണർത്താനായിട്ട് ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത മടിയൊന്നും ഇവർക്കുണ്ടായിരുന്നില്ല കേട്ടോ. വിളിച്ച ഉടനെ തന്നെ, അല്ലെങ്കിൽ ലൈറ്റ് ഇട്ട ഉടനെ തന്നെ രണ്ടുപേരും ചാടി എണീറ്റിട്ടുണ്ട്. പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അവർ തന്നെയാണ് ചെയ്യുന്നത്. ബ്രഷ് ചെയ്യാനാണെങ്കിലും കുളിക്കാനാണെങ്കിലൊക്കെ അവർ തന്നെത്താൻ ചെയ്തോളും. അതിനൊന്നും എൻ്റെ ഹെൽപ്പ് അവർക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ ചെയ്യാനായിട്ട് അവർ പോയി. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വന്നത് ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ടെന്ന്, ഒന്ന് ചൂടാറിയിട്ട് വേണമല്ലോ നമുക്കൊന്നെടുത്ത് പാത്രത്തിലാക്കാൻ. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കുകയായിരുന്നു. പിന്നെ തേങ്ങയൊക്കെ അരച്ചിട്ടുള്ള ഒരു ചട്നിയാണ്, സാധാരണ നോർമൽ ചട്നിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് നമ്മൾ വീഡിയോ എടുക്കുമ്പോഴുള്ള പിന്നെ തേങ്ങാ ചട്നിയാണ് അരച്ചത്. ഒരു കയ്യിൽ ഫോൺ പിടിച്ചിട്ട് വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രോബ്ലം ഇതാണ് കേട്ടോ, നമുക്ക് രണ്ടും കൂടി ബാലൻസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അങ്ങനെ ചട്നി ഇച്ചിരി താഴെ പോയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഇവരെന്താ ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി ഇവിടെ വന്നു. അപ്പോൾ രണ്ടുപേരും ഡ്രസ്സ് മാറിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചെറിയ ചെറിയ ഹെൽപ്പ് മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ തനുക്കുട്ടിക്ക് 2 ഭാഗത്തേക്ക് മുടിയൊക്കെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ അത് അവൾക്ക് അറിയില്ല കേട്ടോ. ഒറ്റയ്ക്ക് ഒരു ഭാഗത്ത് കെട്ടാനൊക്കെ അവൾക്ക് അറിയാം. 2 ഭാഗത്തേക്ക് ഇങ്ങനെ വകച്ചിലൊക്കെ എടുത്ത് ചെയ്യാനായിട്ടുള്ള പ്രാപ്തി എൻ്റെ കുഞ്ഞിനായിട്ടില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് മുടി ഞാൻ കെട്ടിക്കൊടുക്കും. പതുക്കെ അതും കൂടി അവൾ പഠിച്ചോളും. അപ്പോൾ അത് ഞാൻ ചെയ്ത് കൊടുക്കാമായിരുന്നു. പിക്കുവിന് പിന്നെ ഒരു കാര്യത്തിനും ഹെൽപ്പ് ആവശ്യമില്ല കേട്ടോ. അവൻ തന്നെത്താൻ ചെയ്യും. അവന് ആകെ 10 മിനിറ്റ് ആവശ്യമുള്ളൂ. പെട്ടെന്ന് ചെയ്ത് തീർക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ തനുക്കുട്ടിയുടെ ബെൽറ്റ് അതെല്ലാം പുതിയതായ കാരണം കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സൈസൊക്കെ കറക്റ്റ് ചെയ്യണമായിരുന്നു. അതൊക്കെയാണ് ശരത്തേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്. തനുക്കുട്ടി ഭയങ്കര മെലിഞ്ഞാണ് ഇരിക്കുന്നത്. അപ്പോൾ അവൾക്ക് ബെൽറ്റെല്ലാം നല്ല ലൂസായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം ശരത്തേട്ടൻ റെഡിയാക്കി കൊടുത്തു. ടൈ എല്ലാം കറക്റ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തു. ഒക്കെ പുതിയതായ കാരണം കൊണ്ട് അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ, പുതിയ യൂണിഫോമും എല്ലാം ഇട്ടിട്ട് പോകാനൊക്കെ. അപ്പോൾ ഇനി സോക്സും കൂടി എനിക്ക് ഇട്ട് കൊടുക്കാനുള്ളൂ. അത് കഴിഞ്ഞ് അവളെ ഭക്ഷണം കഴിക്കാനായിട്ട് കൊണ്ടിരുത്തി. ആ സമയം കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, പിക്കു തന്നെത്താൻ ഇഡ്ഡലി എടുത്ത് കഴിച്ച് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മോസ്റ്റ് ഓഫ് ദ കാര്യങ്ങളും അവർ തന്നെത്താൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യുന്ന കാരണം കൊണ്ട് എനിക്ക് ഒത്തിരി ഒന്നും മെനക്കെട്ട് ഇല്ല കേട്ടോ, അവരെ സ്കൂളിൽ പറഞ്ഞയക്കാനാണെങ്കിലും എന്ത് കാര്യത്തിനാണെങ്കിലും. പിന്നെ ചെറിയ കുട്ടികളല്ല, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെറിയ സഹായങ്ങളൊക്കെ ചെയ്യണം. അതും കൂടുതൽ തനുകുട്ടിക്കാണെന്നേ ഉള്ളൂ. പിക്കു ഒരു കാര്യത്തിനും നമ്മളെ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തോളും. അപ്പോൾ അങ്ങനെ ആയ കാരണം കൊണ്ട് നമുക്കൊരു സമാധാനമാണ്. ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ഫുഡൊക്കെ ആക്കി കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ ശരത്തേട്ടനാണ് ഇപ്പോൾ അവരെ ഡ്രോപ്പ് ചെയ്യുന്നത്. ബസ്സിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ, നമുക്ക് അടുത്താണ് ഇപ്പോൾ സ്കൂൾ വരുന്നത്. അപ്പോൾ അത് കാരണം കൊണ്ട് ബസ്സിൻ്റെ ആവശ്യമില്ല, തനുകുട്ടീനെ മാത്രമേ ഡ്രോപ്പ് ചെയ്യണ്ടോ. അപ്പോൾ അതേ രണ്ടുപേരും പുതിയ ബാഗും യൂണിഫോമും ഒക്കെ ഇട്ട് റെഡി ആയിട്ട് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ടുപേരും പിടിച്ച് നിർത്തിയതാണ്. പിക്കുവിന് വലിയ താല്പര്യമൊന്നും ഇല്ല കേട്ടോ. ഫോട്ടോ ഒരെണ്ണം എടുക്കാനാണെന്നും പറഞ്ഞ് നിർത്തിയതാണ്. അതിൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാമെന്ന് മനസ്സിലായപ്പോഴത്തേക്കും അവന് ചമ്മലാണ്. അതുകൊണ്ട് അവൻ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ് കേട്ടോ. തനക്കുട്ടിക്ക് പിന്നെ വീഡിയോയുടെ മുന്നേ വരാനും എന്തെങ്കിലുമൊക്കെ കാണിക്കാനൊന്നും യാതൊരു മടിയുമില്ല. അവൾ എന്താണ്ടൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു, ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു. പിക്കു സൈക്കിളിലാണ്.
ഇത് ഈ വർഷം തൊട്ട് പോകുന്നത്. അത് കാരണം കൊണ്ട് അവനും ഭയങ്കര താല്പര്യമാണ് കേട്ടോ ഒന്ന് സ്കൂളിൽ പോകാൻ. അല്ലെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും മടിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ തനുക്കുട്ടീനെ വണ്ടിയിൽ കൊണ്ടുപോവാണ്. അപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും പിക്കു അവിടെ എത്തിയിട്ടുണ്ടായിരിക്കും, അത്ര അടുത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് രണ്ടുപേരും സ്കൂളിൽ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. പറഞ്ഞ് താമസിച്ചില്ല, നമ്മൾ സ്കൂളിലെത്തി. ഇതേ കുട്ടികളൊക്കെ പുതിയ ബാഗും ഡ്രസ്സും എല്ലാം ഇട്ട് എല്ലാവരെയും അച്ഛനമ്മമാരൊക്കെ വരുന്നുണ്ടായിരുന്നു. മക്കളെ ഒരു 80% ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളർത്തിയിട്ടുണ്ടെങ്കിൽ അവരവരുടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാർക്ക് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ് കേട്ടോ. നമുക്ക് എല്ലാം കൂടി എല്ലാം കൂടി മാനേജ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് മാറി കിട്ടും. അപ്പോൾ ഞാനത് എൻ്റെ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ള ഒരു പാഠമാണ്. ചെറുപ്പം തൊട്ടേ എല്ലാ കാര്യങ്ങളും തന്നെ അങ്ങ് ചെയ്യിപ്പിച്ച് ശരിയായിക്കോളും. ചെറുപ്പത്തോടെ ചെയ്യിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കാരണം കൊണ്ട് എനിക്കിപ്പം നല്ല ആശ്വാസമാണ്. ഞാൻ കുറേ കൂടി ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ സ്കൂളിലെ കാര്യങ്ങൾക്കൊക്കെ പിന്നെ പഠിക്കാനുള്ള ചെറിയ ഹെൽപ്പ് മാത്രമേ ഇപ്പോൾ ആവശ്യമുള്ളൂ. അതും പിക്കുവിനെ ഞാനിപ്പം അവൻ സെൽഫായിട്ട് തന്നെ പഠിക്കാനൊക്കെയുള്ള പ്രാപ്തിയായി തുടങ്ങിയിട്ടുണ്ട്. ചെറിയ ഹെൽപ്പ് മാത്രമേ ഇപ്പോൾ അവന് ആവശ്യമുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സെൽഫ് ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ലൈഫിൽ. അല്ലാതെ സ്പൂൺ ഫീഡിങ്ങും പിടിച്ചിരുന്നാൽ നമ്മുടെ മക്കൾ ഒരിക്കലും നേരെയാവില്ല. അവർക്ക് എപ്പോഴും ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാണ്ടാവും. അപ്പോൾ ചെറുപ്പം തൊട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ശീലിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിനും അവർക്ക് തന്നെത്താൻ ഒരു പേടിയോ ചെയ്യാനുള്ള മടിയോ ഒന്നും കാണില്ല കേട്ടോ. നമുക്ക് ആരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും ജീവിതത്തിലെ പല ഘട്ടങ്ങളിലും നമ്മൾ തന്നെത്താൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥകളുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് ആരുടെയും ഹെൽപ്പ് ചോദിക്കാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ നമ്മുടെ ലൈഫിലുണ്ടാവും. അല്ലെങ്കിൽ ഹെൽപ്പ് കിട്ടാത്ത അവസ്ഥകളുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ തളർന്നു പോകാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു ആത്മധൈര്യം നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ അത് വേണമെങ്കിൽ ചെറുപ്പം തൊട്ടേ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വളരാനുള്ള സാഹചര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടായിരുന്നുണ്ടായിരിക്കണം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തോറ്റു പോവും, നമ്മൾ തളർന്നു പോവും, നമ്മൾ പേടിച്ചു പോവും. അപ്പോൾ അതിലും ബെറ്റർ അല്ലേ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മക്കളെ എപ്പോഴും ഞാൻ അങ്ങനെ സെൽഫായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ പഠിപ്പിക്കുന്നത് കേട്ടോ. നമുക്ക് ആരും കാണില്ല, നമുക്ക് നമ്മളേ ഉള്ളൂ എന്ന് ഞാൻ എപ്പോഴും അവരെ ഓർമ്മിപ്പിക്കാറുണ്ട്. ഞാൻ എൻ്റെ മക്കളോട് സ്ഥിരം പറയുന്നൊരു കാര്യം നിങ്ങളോടും കൂടി ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കൽ കഴിഞ്ഞു, എല്ലാവരും ഉഷാറായിട്ട് നിൽപ്പുണ്ട്. ഇനി നമുക്ക് കിച്ചണിലെ മെയിൻ പരിപാടികൾ നോക്കണമല്ലോ, ലഞ്ചിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കണം. വേഗം പണികൾ തീർക്കാലോ എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. കാരണം ഉച്ചയാകുമ്പോഴത്തേക്കും തനുക്കുട്ടീനെ പോയി കൊണ്ടുവരണമായിരുന്നു. അപ്പോൾ ഞാൻ മീൻചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് പൊട്ടിച്ചെടുക്കുക. ആ കൂട്ടത്തിൽ 2 മണി ഉലുവയും കൂടിയും ചേർത്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഈ 3 ഐറ്റംസാണ് പിന്നീട് ചേർത്ത് കൊടുത്തത്. ചിലപ്പോഴൊക്കെ ഞാൻ 2 പച്ചമുളകും കൂടി ഇടാറുണ്ട്. കാശ്മീരി ചില്ലി പൗഡർ തീർന്നു, ആകെ 1 സ്പൂണേ ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങ് അതിലേക്ക് കൊട്ടി ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും എരിവിന് കുറച്ച് എരിവുള്ള മുളക് പൊടിയും കൂടി ചേർത്തു. പിന്നെ ഒരു 1/4 തൊട്ട് 1/2 സ്പൂൺ വരെ മല്ലിപ്പൊടിയും കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. സാധാരണ ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല, അന്ന് എന്തോ അങ്ങനെ തോന്നി ഞാൻ അങ്ങനെ അങ്ങ് ചെയ്തു കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ മീൻ കറിക്ക്. പൊടി കരിയാണ്ട് സൂക്ഷിക്കാൻ അറിയുന്നവർ മാത്രമേ അങ്ങനെയൊക്കെ ചട്ടിയിലേക്ക് കമത്താൻ പാടുള്ളൂ. അല്ലാത്തവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഒട്ടും പൊടി കരിയില്ല കേട്ടോ. എനിക്ക് പിന്നെ അത് ശീലമായ കാരണം കൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വഴന്ന് പൊടിയുടെ പച്ചമണമൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ 2 കുടപ്പുളി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതങ്ങ് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് വെള്ളം നമുക്ക് എത്ര വേണോ, ചാറ് വേണോ അതിനനുസരിച്ച് നീട്ടിയെടുക്കാനുള്ള അത്രയും വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ മീനെല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലപോലെ ഇരുന്ന് ഇളക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഒന്ന് ഇളക്കി സെറ്റാക്കിയതിന് ശേഷം ഒരു ചെറിയ തള വരാൻ തുടങ്ങിയപ്പോഴത്തേക്കും അതിലേക്ക് മാങ്ങ ചേർത്തു കേട്ടോ. കുറച്ച് പച്ചമാങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അത് വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇതിലങ്ങോട്ട് തട്ടി. അപ്പോൾ സാധാരണ ഈ മുളകിട്ട മീൻ കറിയിൽ മാങ്ങ ഇടുമെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, ഞാനങ്ങ് സാധാരണ ഇടാറില്ല. പക്ഷെ ഞാൻ അങ്ങ് ഇട്ടു. പിന്നെ നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് മീൻ ആഡ് ചെയ്തത്. അത് ചാളയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, മീനും കൂടി വെന്ത് വന്നാൽ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും, കുറച്ച് കറിവേപ്പില ഇടും, നമ്മുടെ മീൻ കറി റെഡി. പിന്നെ ഒരു ചെറിയ കറിയും കൂടി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് എരിശ്ശേരി വെക്കാനുള്ള പ്ലാനായിരുന്നു. അല്ലെങ്കിൽ ഈ മത്തങ്ങയിൽ ഇരുന്നാൽ കേടായി പോവും എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പരിപ്പിട്ടിട്ടുള്ള മത്തങ്ങ എരിശ്ശേരിയാണ്. അത് പിക്കുന് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് നെയ്യൊക്കെ കഴിച്ച് കഴിക്കാനായിട്ട്.
പിന്നെ നാളെ സ്കൂളിലേക്ക് അത് തന്നെയായിരിക്കും മിക്കപ്പോഴും കൊടുത്തയക്കുക. വെജിറ്റേറിയൻ ആണല്ലോ, ചാറായിട്ടൊക്കെ കൊടുത്തയക്കുള്ളൂ, മീൻകറി കൊടുത്തയക്കാനായിട്ട് പറ്റില്ലല്ലോ. ഈ പണി ഇന്നേ തീർക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും കുക്കിങ്ങിൻ്റെ പരിപാടിയാണ്. അങ്ങനെ പറഞ്ഞ് നിൽക്കലേ ഓരോരോ ജോലികളായിട്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ്. മീൻകറി റെഡിയായി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചാള തന്നെയാണ് കേട്ടോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലേറെ ഇഷ്ടമാണ് എനിക്ക് ചാള വറുത്തത്. എനിക്ക് വേറെ വലിയ മീനുകളൊന്നും ഇല്ലെങ്കിലും ചാള വറുത്തതുണ്ടെങ്കിൽ വയറ് നിറച്ച് ചോറുണ്ടാവും. അപ്പോൾ അതും കൂടി അങ്ങ് വറുത്തെടുത്തു. അങ്ങനെ ലഞ്ചൊക്കെ ഉഷാറായിട്ട് അങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഇരുണ്ട് വരുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങളെ കൊണ്ടുവരും മുന്നേ മഴ പെയ്യുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷെ പെയ്തൊന്നുമില്ല. അങ്ങനെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പോയി ഒരു 12:30 കഴിഞ്ഞപ്പോഴത്തേക്കും വിളിച്ചുകൊണ്ട് വന്നു. അവർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരെ ഹാപ്പി ആക്കിയിട്ട് അങ്ങ് ഇരുത്തി. പിന്നെ ഒരു 4 മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞാൻ പതുക്കെ ഗാർഡനിലേക്കൊന്ന് കയറി വന്നതാണ്. ഈ മഴക്കാനായ കാരണം കൊണ്ട് ചെടികളുടെ വേരുകളൊക്കെ നല്ല ഒരയവ് വന്നിട്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ നമുക്ക് ചട്ടിയിൽ നിന്നൊക്കെ റീപോർട്ട് ചെയ്യാനൊക്കെ കുറച്ചും കൂടി എളുപ്പമാണ് കേട്ടോ. അത് മാത്രമല്ല ഇവിടെ ഒരുപാട് ചെടികൾ റീപോർട്ടിങ് ചെയ്യേണ്ട സമയം അതിക്രമിച്ച് കഴിഞ്ഞു. കോലം കെട്ടൊക്കെ നിൽപ്പുണ്ട്. ഇതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ട ചെടികളാണ് കേട്ടോ. വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഭംഗി പോവും. ആ ബുഷിയായിട്ട് നിൽക്കുന്ന സമയത്തെ കാണാനായിട്ട് രസമുള്ളൂ. പിന്നെ ഇങ്ങനെ നല്ല പ്രാണിശല്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇത് റീപോർട്ടിങ് ചെയ്യേണ്ട സമയമായിരുന്നു. അതുകൊണ്ട് വേഗം ഞാനതങ്ങ് ചെയ്തു. പിന്നെ അതൊന്നും അങ്ങനെ എപ്പോഴും കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ അല്ലേ. നല്ല വൃത്തികേടായിട്ടോ ഇവിടെ. എന്നാലും സമയം ഒരു 1.5 മണിക്കൂർ എടുത്തിട്ടാണെങ്കിലും എനിക്കൊരു 10 പോട്ട് ഇവിടെ വലുത് ചെയ്യാനായിട്ട് സാധിച്ചു കേട്ടോ. എല്ലാം നല്ലതായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നനച്ചു കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നട്ടാൽ നനയ്ക്കണം എന്നാണല്ലോ ചൊല്ല്. അപ്പോൾ അത് കാരണം കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ നാളത്തേക്ക് ആകുമ്പോഴത്തേക്കും വാടിപ്പോവും. പിന്നെ ഒരു തണലുള്ള ഭാഗത്തേക്ക് ഇങ്ങനെ ഒതുക്കി വെച്ചാൽ മതി ഒരാഴ്ച. അത് കഴിയുമ്പോൾ വെയിലത്തേക്ക് മാറ്റി വയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റെയർകേസിൻ്റെ അവിടെ ഒരു വെർട്ടിക്കൽ ഗാർഡൻ കൂടി എനിക്കുണ്ട്. അപ്പോൾ അതിലെയും ചെടികളൊക്കെ ഒരുപാട് വളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു 10 പോട്ട് ഞാൻ ഇതിലും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്ത് മണ്ണൊക്കെ ഒന്ന് ഇളക്കി വീണ്ടും തിരിച്ച് കുത്തി കൊടുക്കുകയും ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെയും കുറച്ച് ചെയ്യാനായിട്ട് പറ്റി. വീഡിയോ എടുക്കാൻ നിന്നാൽ ഇതൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വീഡിയോ എടുക്കാഞ്ഞത്. അപ്പോഴത്തേക്കും സന്ധ്യയായി, ഇരുട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ളോഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരയ്ക്കും നന്ദി, നമസ്കാരം.